കൊടും ചൂടിൽ വൈദ്യുതി ഉപഭോഗം കൂടിയെങ്കിലും സംസ്ഥാനത്ത് തൽക്കാലം ലോഡ് ഷെഡിംഗ് ഇല്ല. ആശ്വാസമായി. വൈദ്യുതി നിയന്ത്രണം കൂടിയേ തീരൂ എന്ന് KSEB ആവശ്യപ്പെട്ടെങ്കിലും തൽക്കാലം ലോഡ് ഷെഡിംഗ് വേണ്ടെന്ന് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. മറ്റു വഴികൾ നിർദ്ദേശിക്കാൻ KSEBയോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉന്നതതല യോഗത്തിൽ വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടിയാണ് സർക്കാർ നിലപാട് അറിയിച്ചത്. സുനിഷ അയ്യല്ലൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. സുനിഷ, ആശ്വാസമുള്ള തീരുമാനമാണ്. ലോഡ് ഷെഡിംഗ് കൂടെ വന്നിരുന്നെങ്കിൽ പെട്ടേനെ. കാരണം പുലർച്ചെയൊക്കെയാണ് ഇത് വരുന്നത്. അപ്പോൾ ആ സമയത്ത് വിയർത്തൊലിച്ച് കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് മൂലം അനുഭവിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണല്ലോ നമ്മളൊക്കെ. അപ്പോൾ പുതിയ തീരുമാനം എങ്ങനെ, എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി? സുജയ, ഏതായാലും പറഞ്ഞതുപോലെ പുതിയ തീരുമാനത്തിൽ ഈ ലോഡ് ഷെഡിംഗ് ഇല്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. അത് തന്നെയാണ് ആശ്വാസമേകുന്നതും. തുടക്കം മുതൽ എല്ലാവർക്കും സംശയമുണ്ടായിരുന്നത് അതായിരുന്നു. ഇനി ഏതെങ്കിലും രീതിയിൽ ഇന്നത്തെ യോഗത്തിൽ പവർ കട്ടോ ലോഡ് ഷെഡിംഗ് സംവിധാനം ഏർപ്പെടുത്തുമെന്നൊരു വാർത്ത വരുമോ എന്നതായിരുന്നു. നിലവിൽ അത്തരമൊരു സാഹചര്യം ഇല്ല എന്നത് തന്നെയാണ് KSEBയും ഒപ്പം തന്നെ സർക്കാരും നിലപാട് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ല. നിലവിൽ വൈദ്യുതി ഉണ്ട് എന്നത് തന്നെയാണ്. ഏതായാലും ഒരു ലോഡ് ഷെഡിങ്ങിലേക്ക് കടക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ വൈദ്യുതി ഉപഭോഗം ഓരോ ദിവസവും കൂടുകയും ചെയ്യുന്നുണ്ട്. വൈദ്യുതി പ്രതിസന്ധി കൃത്യമായി തന്നെ നേരിടുന്നുമുണ്ട്. അതുകൊണ്ട് അതിലൊരു പരിഹാരം ആവശ്യമാണ്. അതിനാണ് ഇപ്പോൾ KSEBയോട് മറ്റ് ബദൽ മാർഗങ്ങൾ നിർദ്ദേശിക്കാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ KSEBയുടെ നേതൃത്വത്തിൽ ബോർഡ് തല യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഏതൊക്കെ രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് കൊണ്ടുവരിക എന്നതാണ് ഇനി അറിയേണ്ടത്. അതായത് ലോഡ് ഷെഡിംഗ് ഇല്ലെങ്കിൽ പോലും ചിലയിടങ്ങളിൽ സുജയ് പറഞ്ഞതുപോലെ പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഈ ലോഡ് ഷെഡിങ്ങുകൾ പല ഒരുപക്ഷെ ഈ രാത്രിക്ക് ശേഷം ഈ ഒരു 12 മണിക്കൊക്കെ അർദ്ധരാത്രിക്ക് ശേഷമൊക്കെ ലോഡ് ഷെഡിംഗ് കറണ്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് പ്രതിഷേധമടക്കം ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും ഇതിൽ ഒരു തീരുമാനം, ഇതിലടക്കം വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത് കൊണ്ട് ഏത് രീതിയിൽ ഇത് മറികടക്കാം, അതിനെന്ത് പ്രതിവിധി ഉണ്ടാക്കാം എന്നതായിരിക്കും ഇനി കാണേണ്ടത്. അതുതന്നെയാണ് നിർദ്ദേശമായി പറയാൻ KSEBയോട് ആവശ്യപ്പെട്ടിട്ടുമുള്ളത്. ക്രമീകരിക്കുക എന്നതാണ്. അതായത് ഏതൊക്കെ സ്ഥലങ്ങളിൽ ക്രമീകരണം ഒരുക്കേണ്ടതുണ്ട്, അത് ഏതൊക്കെ സമയങ്ങളിൽ ക്രമീകരിക്കാം, അതിലൊക്കെ തന്നെയും KSEB ഇന്ന് തീരുമാനമെടുക്കും. അതിനുശേഷം സർക്കാരിന് കൃത്യമായി ഈ നിർദ്ദേശങ്ങൾ നൽകുമെന്നാണ് കരുതുന്നത്. ഈ നിർദ്ദേശങ്ങളായിരിക്കും ഇന്ന് ഏതായാലും മന്ത്രി കൃഷ്ണൻകുട്ടി CM മുഖ്യമന്ത്രിയെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഏത് വിധേനയുള്ള ക്രമീകരണം എന്നതിൽ തീരുമാനമുണ്ടാവുക. ഏതായാലും ലോഡ് ഷെഡിംഗ് ഇല്ല എന്നത് കൃത്യമായി ഉറപ്പിച്ചു പറയുന്നുണ്ട് സർക്കാർ എന്നതാണ് ആശ്വാസമാകുന്നത്. സുജയ, ഓക്കെ, താങ്ക് യു. സുനിഷ അയ്യല്ലൂരാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പങ്കുവച്ചത്. അപ്പോൾ ലോഡ് ഷെഡിംഗ് ഇല്ല, ലോഡ് ഷെഡിംഗ് ഇല്ലെങ്കിലും കറണ്ട് 100 പ്രാവശ്യം പോകുന്നുണ്ട് എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ വരുന്നുണ്ട്. നമ്മൾ